പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെതിരായിട്ട് വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ ശക്തികളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ നന്നായിട്ട് അറിയാം. അതായത് നിയമപരമായ വഴികളിലൂടെ നമ്മളെ കൊടുക്കുവാൻ വേണ്ടി കേസുകളും കള്ളക്കേസുകളും ഉണ്ടാക്കി കൊടുക്കുവാനും ജയിലിലടക്കുവാനുമുള്ള നല്ല ഒരു സംഘം നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മറുവശത്ത് ഐക്യചർച്ചകളിലൂടെ, ഒത്തുചേർച്ച ചർച്ചകളിലൂടെ, വഞ്ചനകളിലൂടെ ഒക്കെ നടത്തിയിട്ട് നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ നാരായണൻ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ളവർ വന്നുകൊണ്ടുള്ള ചർച്ചകളും പരിപാടികളൊക്കെ ഒരു വശത്ത് വേറെ ഒരു വശത്ത് നടക്കും. ആമിന മാളിയേക്കലും വൈസ് ചെയർമാൻ CK രമേശനും കൂടി വിവരക്കേടുകളും അതുപോലെ തന്നെ തോന്നിവാസങ്ങളും പറഞ്ഞുകൊണ്ടുള്ള പത്രസമ്മേളനങ്ങളും മറ്റു അതുപോലുള്ള പരിപാടികളും അവരിനിയും നടത്തും. അങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ എല്ലാ ഭാഗത്തു നിന്നും നമ്മെ പരാജയപ്പെടുത്തുവാനും ഗുണ്ടാശക്തികൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കും. സമരം തുടങ്ങിയ അന്ന് മുതൽ നമ്മളോട് പലരും വിളിച്ചു പറയുകയും പിന്നെ ഗുണകാംക്ഷ രൂപത്തിൽ പറയുകയും ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. നിങ്ങളെ തള്ളുവാൻ വേണ്ടി ഇന്നയിടത്ത് നിന്നും ഇത്ര പേര് വരുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മുനിസിപ്പൽ ഓഫീസിന് മുമ്പിലുള്ള ആക്രമണത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം മുതൽ പറയുന്നുണ്ട്, ഒരു സംഘം വരുന്നുണ്ട് പന്തല് കത്തിക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പറഞ്ഞു കത്തിക്കട്ടെ, വരട്ടെ, അപ്പോൾ ബാക്കി പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ മാതിരിയുള്ള എല്ലാ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും അതേപോലെ തന്നെ പേടിപ്പിക്കലുകളും ഒക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെയാണ് സമരം മുമ്പോട്ട് നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 63 ദിവസമായി, ഇനി 90 ദിവസമായാലോ അല്ലെങ്കിൽ 120 ദിവസമായാലോ അങ്ങ് അവസാനിപ്പിക്കാം, ഇത്രയും ദിവസം ആയില്ലേ എന്ന് വിചാരിച്ച് അവസാനിപ്പിക്കും എന്ന് ആരും വിചാരിക്കേണ്ട, ആർക്കും അതിൽ സാധിക്കില്ല. നമ്മൾ തുടരുക തന്നെ ചെയ്യും. എന്നാണ് വിഷയം, അന്ന് വരെ തുടരും. നമ്മൾ സമരത്തിന്റെ രൂപം മാറ്റും. എല്ലാ ദിവസവും വന്നിട്ട് പന്തലിൽ ഇരിക്കണോ വേണ്ടേ എന്നതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ആഴ്ച തോറും മതിയോ എന്ന് തീരുമാനിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആവട്ടെ. ആയിരക്കണക്കിന് ദിവസങ്ങൾ ഇത് മുമ്പോട്ട് പോയാലും ശരി, എന്നാണോ ഇത് അവസാനിക്കുന്നത് അന്ന് മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. യാതൊരു സംശയമാർക്കും അങ്ങനെയില്ല. എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്താലും ശരി, എന്തൊക്കെ ധിക്കാരങ്ങൾ പ്രവർത്തിച്ചാലും ശരി, എന്തൊക്കെ ഉണ്ടാക്കികൾ കാണിച്ചാലും ശരി, എന്ത് ചെയ്താലും ശരി, ഇത് പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല. കാരണം ഇത് നിയമത്തിന്റെ വഴിയാണ്, ഇത് ന്യായത്തിന്റെ വഴിയാണ്, ഇത് രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ തൽക്കാലത്തെ രസത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ കുറച്ചു ദിവസം നമ്മൾ കണ്ടു, മുല്ലപ്പെരിയാർ ആഘോഷപൂർവ്വം കുറെ ആളുകൾ സമരം ചെയ്തത് കണ്ടു. എന്തായി? മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഇപ്പോൾ ബലം കൂടിയോ? എന്തിനാണ് അവർ സമരം നിർത്തിയത്? എന്തായിരുന്നു ഘോഷം? മുല്ലപ്പെരിയാർ എന്താ ഇപ്പൊ നേരെ ആയിപ്പോയോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവന്മാരൊക്കെ നടത്തുന്നത് പോലുള്ള ഒരു താൽക്കാലിക സമരവും രസത്തിന് വേണ്ടി നടത്തുന്ന സമരവുമല്ല. ഇത് ജീവൻ മരണ പോരാട്ടം. ഈ പോരാട്ടം എന്നാണോ വിജയിക്കുന്നത് അന്ന് മാത്രമേ നിങ്ങൾ തിരിച്ചു പോവുകയുള്ളൂ. അത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങളുടെ പക്ഷത്തുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാനാണ് ഞങ്ങളുടെ പക്ഷത്തുള്ളത്. സമരം തുടങ്ങിയത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ജഗദീശ്വരനായ തമ്പുരാനെ, പടച്ചവനെ, റഹ്മാനായ റബ്ബെ, അള്ളാഹുവെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നീ ഞങ്ങൾക്ക് കനിഞ്ഞു നൽകിയ വെള്ളവും വായുവും ഇവന്മാർ കൂടി ഈ ദുശക്തികൾ കൂടിയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഇതായി രോഗികളാക്കി ഈ ദുശക്തികളെ നീ തകർക്കുകയാണ്, ഈ ദുശക്തികളെ നീ പരാജയപ്പെടുത്തണമേ എന്ന് ദൈവത്തോട്, അള്ളാഹുവിനോട്, ഈശ്വരനോട്, കർത്താവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയ സമരം, അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ സമരം അള്ളാഹുവിന്, ദൈവത്തിന്, ഈശ്വരന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിജയത്തോടെ മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് എല്ലാവരോടുമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.